വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യേശു തമ്പുരാൻ തിബെരിയോസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമിയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സെബദി പുത്രന്മാർ എന്നിവരേവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കുവാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടി വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. അല്ല, രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു തമ്പുരാൻ അവനോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റുവാൻ അവർ കഴിഞ്ഞില്ല. യേശു തമ്പുരാൻ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കേട്ടപ്പോൾ ശിമിയോൻ പത്രോസ് നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ വല വലിച്ചു കയറ്റി. അതിൽ 153 വലിയ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയും ഇതുണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു തമ്പുരാൻ പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണെന്ന് ചോദിക്കുവാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു തമ്പുരാൻ വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മരണത്തിൻ്റെ ശേഷം കർത്താവ് ഉയർത്തു കഴിഞ്ഞ് 2 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടെങ്കിലും അപ്പോസ്തലന്മാർക്ക് വലിയൊരു വിശ്വാസം കർത്താവിൻ്റെ ഉയർപ്പിൽ ഉണ്ടായില്ല. ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. പത്രോസും ഏതാനും ശിഷ്യന്മാരും ഒന്നിച്ചിരിക്കുമ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. തൻ്റെ പഴയ തൊഴിലിലേക്ക്. കർത്താവ് വലയും വള്ളവും അപ്പനെയും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് അവനെ വിളിച്ച് കൂടെ കൊണ്ട് നടന്ന് അവന് എല്ലാ അധികാരങ്ങളും കൊടുത്ത് കൂടെ നടത്തിയവനാണ്. പക്ഷെ കർത്താവിൻ്റെ മരണം കഴിഞ്ഞപ്പോൾ അവൻ നിരാശനായി. അവൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പ്രത്യാശയില്ലാത്തവനായി. എല്ലാവരെയും ഉറപ്പിക്കേണ്ടവനാണ്. കർത്താവിനോട് പറഞ്ഞു, ഇടിമിനുമ്പോൾ സാത്താൻ വീഴുന്ന ഞാൻ കണ്ടു, നീ തിരിഞ്ഞ സഹോദരന്മാരെ ഉറപ്പിക്കണം എന്ന് കർത്താവിനോട് പറഞ്ഞതാ. പക്ഷേ അവൻ്റെ ഉറപ്പൊക്കെ പോയി. ഭയവിഹുലനായി, നിരാശനായി അവൻ പഴയ ജോലിക്കിലേക്ക് മടങ്ങുകയാണ്. ശിഷ്യന്മാർ ബാക്കിയുള്ളവർ ഞങ്ങളും വരുന്നു. അവരെല്ലാം കൂടെ മീൻ പിടിക്കാൻ പോവുകയാണ്. ഈ സുവിശേഷ പാഠം പഠിക്കുന്ന 3 പാഠങ്ങളുണ്ട്. 1-ാമത്തെ പാഠം, ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവത്തെ കൂടാതെ നമ്മുടെ ഒരു പ്രവൃത്തിയും പൂവണിയത്തില്ല. ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ മീൻ പിടിച്ചു. നല്ല പ്രഗത്ഭന്മാരായ മീൻപിടുത്തക്കാരാ, മിട്ടുമിടുക്കന്മാരാ. ഗലീല കടലിനെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരാ. അവിടെ ജനിച്ച് ജീവിച്ച് വളർന്നവരാ. അവരാ കടലിലാണ് വളർന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ കടലിൽ ചാടുന്നവരാണ്. അനേക 1000 തവണ മീനെ പിടിച്ചിട്ടുള്ളവരാണ്. അപ്പനോടും സഹോദരങ്ങളോടും ഒക്കെ, പത്രോസും അന്ത്രോസും യാക്കോബും യോഹന്നാനുമൊക്കെ മിട്ടുമിടക്കന്മാരായ മീൻപിടുത്തക്കാരാണ്. പത്രോസ് വലിയ മുക്കുവനാണ്, പേരുകെട്ടവനാണ്. പക്ഷേ ആ രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ടും ഒരു പൂഞ്ഞാനെ പോലും അവർക്ക് കിട്ടിയില്ല. കടലിനെക്കുറിച്ച് അവർക്കറിയാം, മീനെക്കുറിച്ച് അവർക്കറിയാം, മീനിൻ്റെ വാസസ്ഥലം പോലും അവർക്കറിയാം. എവിടെ വലയെറിഞ്ഞാൽ മീൻ കിട്ടും അവർക്കറിയാം. പക്ഷെ രാത്രി മുഴുവനും ആ ഉൾക്കടലിലെല്ലാം തെരഞ്ഞു പിടിച്ചിട്ടും അവർക്കൊരു മീൻ പോലും കിട്ടുന്നില്ല. കർത്താവ് പഠിപ്പിക്കുന്ന വലിയ പാഠമാണ്. കർത്താവിനെ കൂടാത്ത ഒരു പ്രവൃത്തിയും പൂവണിയില്ല. നിന്റെ ജീവിതത്തിൽ നീ പഠിക്കുകയാണോ? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ജ്ഞാനം കിട്ടും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നീ വിജയിക്കും.
കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ജോലി കിട്ടും, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് സമ്പത്ത് കിട്ടും, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കൃഷിസ്ഥലം അനുഗ്രഹിക്കപ്പെടും, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കച്ചവട സ്ഥലം അനുഗ്രഹിക്കപ്പെടും, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശുഭമായി തീരും. വിത്തൗട്ട് ഗോഡ് വി ക്യാൻ ഡു നത്തിങ്. കർത്താവിനെ കൂടെ അതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഒന്നും. എന്നാൽ പൗലോസ് പറയുന്ന പോലെ വിത്ത് ഗോഡ് യു ക്യാൻ ഡു എവറിത്തിങ്. എല്ലാം ശുഭമാകണമോ കർത്താവ് കൂടെ വരണം. പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ കൂടെ കൂട്ടണം. എല്ലാ ആലോചനയും കർത്താവിനോട്, എല്ലാ ചോദ്യവും കർത്താവിനോട്, എല്ലാ ആഗ്രഹങ്ങളും കർത്താവിനോട് പറയണം, എല്ലാ ഇഷ്ടങ്ങളും കർത്താവിനോട് പറയണം, എല്ലാ അഭിപ്രായങ്ങളും കർത്താവിനോട് പറയണം. നിന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവിനോട് പറയണം. കർത്താവിനെ കൂടെ നിർത്തണം. കർത്താവിൽ നിന്നൊരു ഇഞ്ച് പോലും പുറകോട്ട് പോകരുത്. എല്ലാം കർത്താവിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. രണ്ടാമത് ഈ പാഠം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഒരു മിടുമിടുക്കന്മാരായ മീൻപിടുത്തക്കാരായാലും രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാതെ കരയ്ക്ക് വന്ന് വല കഴുകുന്ന സന്ദർഭത്തിലാണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? അവർ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. കർത്താവരോട് പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയെറിയുവിൻ. ബുദ്ധിയുള്ള ഒരു മുക്കുവനും ചെയ്യത്തില്ല. കാരണം രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടാതെ തിരിച്ചു വന്ന് വല കഴുകുന്ന സന്ദർഭം നമുക്കറിയാം. വല കഴുകുക എന്ന് പറയുമ്പോൾ കടലിൽ നിന്നൊരു 10-100 അടി ദൂരത്തിലായിരിക്കും അവരെ വല കഴുകുന്നത്. കരയ്ക്കായിരിക്കത്തില്ല, കടലിൽ തന്നെയായിരിക്കും. പക്ഷെങ്കിൽ ഉൾക്കടലിലല്ല, തീരത്ത് കടലിലായിരിക്കാം. ഇവിടെ കർത്താവ്. പക്ഷേ കർത്താവ് പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയെറിയുവിൻ. അവർ കർത്താവിനെ അനുസരിച്ചു. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയെറിയുകയാണ്. രണ്ടാമത്തെ പാഠം എന്താണ്? ദൈവത്തെ അനുസരിച്ചാൽ അതെല്ലാം അനുഗ്രഹമായി തീരും. എങ്ങനെ മീൻ വരും അറിയേണ്ട കാര്യമില്ല. ദൈവത്തെ അനുസരിച്ച് നോക്ക്, അന്ധമായിട്ട് അനുസരിച്ച് നോക്ക്, കണ്ണും പൊട്ടി അനുസരിച്ച് നോക്ക്. അതാണ് നമുക്ക് ആവശ്യം. പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ ഏറ്റവും മനോഹരമായൊരു ഉദാഹരണം വിശുദ്ധനായ ഔസേപ്പാണ്. മറിയത്തിൻ്റെ ഭർത്താവായ യൗസേപ്പ് കണ്ടുപൂട്ടി ദൈവത്തെ അനുസരിക്കുന്ന യൗസേപ്പിനെ കാണാൻ സാധിക്കും. യൗസേപ്പിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലെല്ലാം ഒരിക്കൽ പോലും ചോദ്യങ്ങളൊന്നും അങ്ങോട്ടില്ല. എല്ലാം ഇങ്ങോട്ട് കൽപ്പനകൾ മാത്രമേ ഉള്ളൂ. നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ നീ ഭയപ്പെടേണ്ട. അവൻ ഭാര്യയെ സ്വീകരിച്ചു. നിന്റെ കുഞ്ഞിന് നീ പേരിടണം. അവൻ്റെ കുഞ്ഞിനെ അവൻ പേരിട്ടു. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നീ ബേത്ലഹേമിൽ നിന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോകണം. അവൻ ഈജിപ്തിലേക്ക് പോയി. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നീ നസ്രത്തിലേക്ക് പോകണം. അവൻ നസ്രത്തിലേക്ക് പോയി. കർത്താവ് എന്തു പറഞ്ഞോ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്ന ഒരു യൗസേപ്പിനെയാണ്. ചോദ്യങ്ങളില്ലാതെ കർത്താവിനെ അനുസരിക്കുക. അതാണ് നമുക്ക് ആവശ്യം. പ്രിയ സഹോദരങ്ങളെ, പത്രോസും കൂട്ടരും മിടുമിടക്കന്മാരായ പ്രഗത്ഭന്മാരായ മീൻപിടുത്തക്കാരായിട്ട് കർത്താവ് പറഞ്ഞു, പടവിൻ്റെ വലതുവശത്ത് വീശുവീൻ. അവൻ പടവിൻ്റെ വലതുവശത്ത് വീതി വല കീറുമാറ് അവർക്ക് മീൻ കിട്ടി. 153 വലിയ മത്സ്യങ്ങളെ കൊണ്ട് വല നിറഞ്ഞു. അത്ഭുതകരമായ മീൻപിടുത്തം. ഇതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. ഇതാണ് ദൈവത്തെ അനുസരിച്ചാലുള്ള പ്രത്യേകത. നമുക്കറിയാം, പൂക്കാലമല്ലാത്ത സമയത്ത് പോലും ദൈവത്തെ അനുസരിച്ചാൽ അത് പൂക്കാലമായി മാറുന്നതും കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ അവസ്ഥകളിലും തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ, തമ്പുരാൻ്റെ കൃപയ്ക്കൊത്ത് അനുസരിക്കാൻ സാധിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും ശുഭമായിരിക്കും. ഏത് ദുഃഖത്തെയും സന്തോഷമാക്കുവാൻ, ഏത് അപകടത്തെയും മാറ്റിമറിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായിട്ട് നാം കാണുന്നത് ദൈവത്തിൻ്റെ വലിയ കരുതലാണ്. എത്രമാത്രം ദൈവം തന്നെ മക്കളെ കരുതുന്നത് കാണാൻ സാധിക്കും. ഈ മക്കള് രാത്രി മുഴുവൻ വല പിടിച്ച് മീൻ പിടിച്ച് ഒന്നും കിട്ടാതെ നിരാശരായി തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ തലേദിവസവും അവർ ഒന്നും കഴിച്ചു കാണത്തില്ല. കർത്താവിൻ്റെ മരണത്തിൽ നിരാശരായി വേദനിച്ചിരിക്കുന്ന ശിഷ്യന്മാരാണ്. അവരാണ് മീൻ പിടിക്കാൻ പോയിരിക്കുന്നത്. പക്ഷേ അവർ കടന്നു വരുമ്പോൾ അവരെന്താ കാണുന്നത്? കർത്താവ് അപ്പവും ചുട്ട് മീനും വറുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ കർത്താവോട് പറയണം, വന്ന് പ്രാതൽ കഴിക്കുവീൻ. തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. നോക്കിക്കേ, കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു അമ്മയായിട്ട് മാറുകയാണ്. കർത്താവ് പറയാം, നിങ്ങളിപ്പോൾ പിടിച്ച മീനിൽ ഏറ്റവും നല്ല മീനിൽ ഒന്നെ കൊണ്ടുവരിക. തനിക്ക് മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഒരപ്പൻ, കാത്തിരിക്കുന്ന ഒരമ്മ. ഞാൻ മുടിയനായ പുത്രൻ്റെ കഥ ഓർത്തു പോവുകയാണ്.
ഈ മകൻ വീട്ടിൽ വിട്ട് ദൂരെ പോയി കഴിഞ്ഞപ്പോൾ മുതലും ഈ അപ്പൻ എല്ലാ ദിവസവും വാതിക്കൽ ഈ മകനെ കാത്തിരിക്കുകയാണ്. അവൾ വർഷങ്ങൾ കഴിഞ്ഞ് അവൻ വരുമ്പോൾ ദൂരെ വെച്ച് കണ്ടപ്പോൾ അപ്പനും മകനെ തിരിച്ചറിയുവാൻ ഒരു പ്രയാസവും തോന്നിയില്ല. ദൂരെ വെച്ച് കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് തെരുതെരാ ചുംബിച്ച് അവന് വേണ്ടി വലിയ സദ്യ ഒരുക്കുന്ന അപ്പൻ ഒരു കരുതലാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. അതേ കരുതലാണ് ഈ ശിഷ്യന്മാർ. തന്നെ വിട്ട് ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ പോയവരാണ്. കർത്താവിന് വാശിയില്ല, കർത്താവിനോട് ദേഷ്യമില്ല, കർത്താവിനോട് വെറുപ്പില്ല, കർത്താവിനോട് കരുണ മാത്രമേ ഉള്ളൂ, സഹാനുഭൂതി മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ്, അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കർത്താവിനെ കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെത്ര കർത്താവിൽ നകന്ന് പോയാലും കർത്താവ് നമ്മിൽ നിന്നും അകന്നു പോകത്തില്ല. നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. മാടി വിളിക്കുന്ന, മാറോട് ചേർക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ കരുതുന്ന ഒരു കർത്താവ്, അങ്ങനെ കാക്കുന്ന ഒരു കർത്താവ് നമുക്കില്ല. നമ്മൾ ആദ്യം പഠിച്ച സങ്കീർത്തന ഭാഗം ഇതാണ്: കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവ് നമുക്ക് ഇടയനാണെങ്കിൽ ഒന്നിനും കുറവുണ്ടാകത്തില്ല. അവനെപ്പോഴും പച്ചപ്പുൽമേടിലേക്ക് നമ്മളെ നയിക്കും. നാം മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും നമുക്കൊന്നും ഭയപ്പെടേണ്ടി വരത്തില്ല. അവൻ അത്രമാത്രം കരുതലുള്ളവനാണ്, അത്രമാത്രം സ്നേഹമുള്ളവനാണ്, അത്രമാത്രം കരുണയുള്ളവനാണ്. അവനെ ആശ്ലേഷിക്കുവാൻ, അവൻ്റെ പാദത്തിങ്കിൽ അമർന്ന് കിടക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. അതിനാൽ ഇന്നത്തെ സുവിശേഷം പഠിപ്പിച്ചിരുന്ന വലിയ 3 പാഠം: 1, ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. 2, ദൈവത്തെ അനുസരിച്ചാൽ എല്ലാം അനുഗ്രഹമായിട്ട് മാറും. 3, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിയുവാൻ നമുക്കെപ്പോഴും സാധിക്കണം. ഒരിക്കലും ദൈവത്തിൽ നിന്നോ, ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നോ, സത്യവിശ്വാസത്തിൽ നിന്നോ നാം അകന്നു പോകരുത്. നാം എപ്പോഴെങ്കിലും സത്യവിശ്വാസത്തിൽ അകന്നു പോയാൽ അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് ദൈവനിഷേധമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ കൃപാവരത്തിൽ നമുക്ക് ജീവിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമീൻ.